നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് രാജ്മ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു തരം വലിയ പയറാണ്. ഇത് നന്നായിട്ട് കുതിർത്തിയെടുക്കണം. രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിച്ച് 6-7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ പയറിന് നല്ല വേവുണ്ട്, അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അത് വേവിക്കാൻ വയ്ക്കാം. ഇനി വേണ്ടത് 2 മീഡിയം സൈസ് തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി അരച്ചെടുക്കണം. ഇനി എടുത്തിട്ടുള്ളത് 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 100 ഗ്രാം രാജ്മ പയർ ഉണ്ടാക്കാനുള്ളതാണ്. ഗ്രേവി ഉണ്ടാവണമെങ്കിൽ ഉള്ളി നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയി രാജ്മ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ ഉടയ്ക്കണ സമയത്ത് നന്നായിട്ട് ഉടഞ്ഞ് വരണം, അത്രയും വേവണം. അപ്പോൾ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണ്ട, ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ വേണ്ടത് ആ എണ്ണ ഒഴിച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ സവാള മൊരിയണ വരെ, ബ്രൗൺ കളറാവുന്ന വരെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് കോരി മാറ്റാം. ഫ്ലെയിം ഓഫാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ രാജ്മ കറി ശരിക്കും നോർത്ത് ഇന്ത്യൻസാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. ഇതൊരു നല്ല കറിയാണ്. ചോറിൻ്റെ ഒപ്പം, ചപ്പാത്തി, പൂരി എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ കറിയാണ്. ഉള്ളി വറുത്ത് മാറ്റിയ ഈ എണ്ണയിലേക്ക് ജീരകം 1/4 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മൂത്ത മണം വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം വറ്റി എണ്ണ തെളിയണ വരെ വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും തക്കാളിയുടെയൊക്കെ പച്ചമണം പോകണ വരെ. അതിനുശേഷം ഈ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ തക്കാളി വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഈ സമയത്ത് ഈ ഉള്ളി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഈ തക്കാളി അരച്ചതും ഉള്ളി അരച്ചതൊക്കെ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിയുമ്പോഴാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് വരിക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പയർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള രാജ്മ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കി നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. വെള്ളം കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ മല്ലി ഇലയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉലുവ ഇല ഉണങ്ങിയതാണ്. നന്നായിട്ട് കയ്യിലിട്ട് ഇതേപോലെ ഒന്ന് ഞെരടിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവർക്കും ചിലപ്പോൾ ഇതിൻ്റെ മണം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് 1 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഈ കറി ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്ത് കറി നമ്മൾ ഉണ്ടാക്കിയാലും കുറച്ച് സമയം മൂടി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ വെക്കണത് നല്ലതാണ്. പാത്രപാകം എന്നാണ് അതിന് പറയുക. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.